ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നീതിമാന്മാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതിനാൽ ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരായി കണക്കാക്കപ്പെടുന്നു. കർത്താവിന് നീതി നിഷേധിച്ച ഈ ലോകം കർത്താവിനെ അനുകരിക്കുന്നവർക്കും നീതി നിഷേധിക്കുകയില്ലേ? കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായി ഇന്ന് നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും കർത്താവ് അനാദികാലം മുൻപേ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കും, നിങ്ങൾക്ക് എന്ത് ലഭിക്കത്തില്ല, നിങ്ങൾക്ക് എന്ത് വിജയമുണ്ടാകും, എന്ത് നേട്ടമുണ്ടാകും, നിങ്ങളുടെ ഇന്നത്തെ ദിവസം ദൈവം അനാദി മുതലേ കണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള സകലതും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഒന്നും ഭാരപ്പെടേണ്ട, മറ്റുള്ളവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ സാധിക്കാൻ ചെല്ലുമ്പോൾ ആ ഓഫീസുകളിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം ഇരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഭയപ്പെടരുത്. ആ വ്യക്തികളെ തന്നെ കർത്താവിന് നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലായിരിക്കണം. നിങ്ങളുടെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ നന്മയ്ക്കും സന്തോഷത്തിനുമായി അനാദികാലം മുതൽ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ഓരോ ദിവസവും എഴുതപ്പെട്ടിരിക്കുന്നു, എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്കിന്ന് കർത്താവിൽ നിന്നും അനുഗ്രഹമുണ്ട്, രക്ഷയുണ്ട്, വിജയമുണ്ട്, നന്മയുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ലഭിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ ചുറ്റുമുള്ള ശത്രുക്കളെ കണ്ട് ഭയപ്പെടരുത്. ചുറ്റും നിങ്ങൾക്കെതിരെ പ്രകോപിതരായ വ്യക്തികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ നീതിയും അവകാശങ്ങളും നിഷേധിക്കുന്നവരെ കണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ ലക്ഷ്യം കർത്താവ് മാത്രമാണ്. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. നന്ദിയോടെ ദൈവത്തിന് സ്തുതി പറഞ്ഞ് തിരികെ പോരുക. കർത്താവിനെ മാത്രം ലക്ഷ്യം കണ്ട് നിങ്ങൾ പോകുക. എത്ര ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ട് തക്ക സമയത്ത് നിങ്ങളെ രക്ഷിച്ചിരിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ, പോക്കും വരവും ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിലുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിന് പൂർണ്ണമായി കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കലിരുന്ന് ശാസിക്കുന്നവന് കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവർണമാവുകയുമില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീതിയുടെയും ന്യായത്തിൻ്റെയും സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവേ, നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണ് നീതിമാൻ.
അവിടുത്തെ വചനം ഇപ്രകാരം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവം മാത്രമാണ് നീതിമാൻ. അതിനാൽ ഈ ഭൂമിയിൽ അനീതി പ്രവർത്തിക്കുന്നവരായ ഞങ്ങൾ ഓരോരുത്തർക്കും നിന്റെ നീതിയിൽ വിശ്വസിച്ച് നിന്റെ നീതിയിൽ പിൻചെല്ലാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കും നീതി നിഷേധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർ നിന്റെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു. അനീതിപൂർവമായ ഈ ലോകത്തിൽ സമാധാനം കണ്ടെത്തുന്നതിന്, സന്തോഷിക്കുന്നതിന് ദൈവമേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അനേകം കാര്യങ്ങളുണ്ട് കർത്താവേ. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പോകുന്ന ഗവൺമെൻറ് ഓഫീസുകൾ, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ഞങ്ങൾ പോകുന്ന സ്കൂളുകൾ, കോളേജുകൾ, ഞങ്ങൾ എന്തിനു വേണ്ടി പോകുന്നോ ഞങ്ങൾ പോകുന്ന എല്ലാ ഓഫീസുകളും കർത്താവേ, ഇന്ന് ഞങ്ങൾക്കാവശ്യമായ അനേകം കാര്യങ്ങൾ, ഏറ്റവും ജീവിതത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ അവിടെ മുഴുവനും ഞങ്ങളുടെ ശത്രുക്കളായിരുന്നാലും ഞങ്ങൾ ഭയപ്പെടാതെ നിന്റെ നാമത്തിൽ വിശ്വാസമർപ്പിച്ച് നീതിമാന്റെ പ്രതിഫലം നീതിമാന് തന്നെ കിട്ടിയിരിക്കും എന്ന ഉറപ്പോടുകൂടി ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് നീ നീതി നടത്തിച്ച് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റുപറയുന്നു. എന്നാൽ അനാഥർക്കും വിധവകൾക്കും നീതി നൽകുന്ന കർത്താവായ ദൈവമേ, അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ ഇന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ബോധ്യം ഇന്ന് ഞങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ കരുതി വച്ചിരിക്കുന്ന, അനാദി മുതലേ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ അത് ഞങ്ങൾ നേടിയെടുക്കാൻ വിശ്വാസം എന്ന യോഗ്യത ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായി ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഇന്ന് നേടിത്തരണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ ഓർത്ത് അവരിൽ വിശ്വസിക്കാതെ, ഞങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് അവരിൽ വിശ്വസിക്കാതെ, തിന്മ ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാതെ, രാജ്യത്തിലുള്ള അനീതിയിൽ വിശ്വസിക്കാതെ, അനീതിപരമായ അധികാരികളിൽ വിശ്വസിക്കാതെ, എൻ്റെ നീതിപൂർവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നീതി ലഭിക്കും. ഇന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന്, എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നതിന് ഈ വിശ്വാസം ഇന്നെന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസരാഹിത്യത്തിൽ നിന്ന് ഞങ്ങളെ ഉറച്ച വിശ്വാസത്തിലേക്ക് വഴിതെളിക്കണമേ. കർത്താവേ, ഏത് കാര്യങ്ങളും ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന ബോധ്യം നൽകി, എത്രയധികം അനീതി പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ ഞങ്ങൾ വസിക്കേണ്ടി വന്നാലും ദൈവം എനിക്ക് നീതി നടത്തിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഇന്നെല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന് മഹത്വം അർഹിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പൂർണ്ണമായി പ്രാപിക്കുന്നതിന് ദൈവമേ, ഞങ്ങളെ തന്നെ യോഗ്യരാക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ പോക്കും വരവും എല്ലാം സമർപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം പെടുത്താൻ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് ക്രമീകരിച്ചു തരണമേ. അടുക്കും ചിട്ടയുമുള്ള ജീവിതം നൽകി, ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ ലക്ഷ്യം നൽകി, അത് നേടിയെടുക്കാനുള്ള ശക്തി നൽകി, വിവേകവും വിജ്ഞാനവും വിനയവും വിശുദ്ധിയും വിശ്വസ്തതയും
വിശ്വാസവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ തുണയായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് മുൻപേ നീ പോയി ക്രമീകരിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കട്ടെ. ഇന്നത്തെ എല്ലാ നിങ്ങളുടെ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെട്ട് നിങ്ങൾക്ക് നീതിയും ന്യായവും ലഭിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.